ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൽ ഭ്രഷ്ട് നടപ്പാക്കി സംസ്ഥാന സർക്കാർ. ചാൻസലറായ ഗവർണറെയും വിസിയായ ഡോക്ടർ സിസ തോമസിനെയും പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. വിവിധ സെഷനുകളിൽ മറ്റ് വിസിമാരെയും മുൻ ഡിജിറ്റൽ വിസിയെയും ഉൾപ്പെടുത്തിയപ്പോഴാണ് ചുമതലയുള്ളവരോടുള്ള സർക്കാർ ഇരട്ടത്താപ്പ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലും സംയുക്തമായി കൊച്ചിയിൽ ഇന്നും നാളെയും ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. എന്നാൽ സർവകലാശാലകളുടെ നാഥനായ ചാൻസലറും ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിസി ഡോക്ടർ സിസ തോമസിനെയും എല്ലാ സെക്ഷനുകളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് സർക്കാർ. വിവിധ സെക്ഷനുകളിൽ മറ്റ് വിസിമാരെയും മുൻ ഡിജിറ്റൽ വിസിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ സർവകലാശാല പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിവിധ സെക്ഷനുകളിൽ നിലവിലെ വിസിമാർക്ക് അപ്രധാനമായ സെക്ഷനുകളിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിട്ടുള്ളപ്പോൾ മുഖ്യ സെക്ഷനുകളിൽ മുൻ വിസിമാരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. MGVC സി അരവിന്ദ് കുമാർ, മുൻ വിസിമാരായിരുന്ന ഡോക്ടർ സാബു തോമസ്, ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, MV നാരായണൻ, PG ശങ്കരൻ, ഗംഗൻ പ്രതാപ്, സജി ഗോപിനാഥ് കൂടാതെ SFI പ്രസിഡന്റ് അനുശ്രീ എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ഡിജിറ്റൽ സർവകലാശാല വിസിയെ ഒഴിവാക്കിയത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള സ്റ്റാൾ കോൺക്ലേവിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് നടന്ന സൗത്ത് ഇന്ത്യൻ വിസിമാരുടെ കൺവെൻഷനിൽ മുഖ്യ 3 പ്രാസംഗികരിൽ ഒരാളായിരുന്ന ഡോക്ടർ സിസ തോമസിനെയാണ് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ സംസ്ഥാനത്ത് വിലക്കേർപ്പെടുത്തിയത്. സമാനമായി രാഷ്ട്രീയ പ്രേരിതമായാണ് ഗവർണറെയും ഒഴിവാക്കിയിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.